ജീവിതത്തെ നമുക്ക് അടുത്തു നിന്നും അകന്നു നിന്നും കാണാം. ജീവിതത്തെ അടുത്തു നിന്ന് കാണുകയും ആഴത്തിൽ കാണുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ ക്രാന്തദർശികൾ എന്ന് പറയുന്നത്. ആ തരത്തിൽ ക്രാന്തദർശിയായിട്ടുള്ള ആളുകളാണ് പുരാതന ഭാരതീയരുടെ ദൃഷ്ടിയിൽ കവികൾ. കവികൾ അങ്ങനെ ക്രാന്തദർശികളാണ്. വാൽമീകി എന്ന കവി ക്രാന്തദർശിയാണ്. ക്രാന്തദർശിയാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരു അലയാഴി ഉണ്ടായിരുന്നു, സങ്കടത്തിൻ്റെ ഒരു അലയാഴി. എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും മാതൃകാപൂർണമാക്കി തീർക്കുക എന്ന ചിന്ത. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഈ കാവ്യബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഈ 4 വരി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, ആദ്യത്തെ 4 വരി ഉണ്ടായി ആദ്യമായിട്ട് അദ്ദേഹത്തിൽ വന്ന ചിന്ത ഇതെങ്ങനെ തന്ത്രിലയ സമന്വിതമായിരിക്കുന്നു എന്നാണ്. ഏതോ ഒരു തന്ത്രിവാദ്യത്തിൽ വിരൽ തൊടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ എങ്ങനെയാണ് ഇതിനൊരു സംഗീതമുണ്ടായത്? എന്തുകൊണ്ടാണ് ഇതിലെ വരികൾ തമ്മിൽ തുല്യത ഉണ്ടാകുന്നത്, പരസ്പര ബന്ധമുണ്ടാകുന്നത്, അത് അക്ഷരസമമായിരിക്കുന്നത്? ഒരു വരിയിൽ 8 അക്ഷരം വീതമുള്ള അനുഷ്ടുപ്പ് എന്ന് പറയുന്ന വൃത്തത്തിലാണല്ലോ അതുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയിരിക്കുന്നത് എന്ന ആധി ഉണ്ടാവുന്നു. അത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള, ഏറ്റവും പുരാതനമായിട്ടുള്ള ആധികളിലൊന്നാണ്. എന്നിൽ എങ്ങനെയാണ് ഈ സൃഷ്ടിന്മുഖത പിറക്കുന്നത് എന്നതാണ് വാൽമീകിയുടെ ആദ്യത്തെ ആധി. അതുണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനുഷ്യഗാഥ രചിക്കണമെന്നാണ്. നാരദനെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് കോന്വസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ കൃതജ്ഞൻ ധർമ്മനിരതൻ, ഇങ്ങനെ കുറേയേറെ ഗുണങ്ങൾ, അദ്ദേഹം ഏതാണ്ട് 66ഓളം ഗുണങ്ങളുള്ള മനുഷ്യൻ എവിടെയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരാളുടെ ഗാഥ എഴുതണം എന്നാണ്. അപ്പോഴാണ് നാരദൻ പറയുന്നത്, നിനക്കത് എഴുതാൻ, നിനക്ക് ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത, ഇക്ഷ്വാകു വംശപ്രഭവനായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമനെന്ന് ജനങ്ങളാൽ കീർത്തി കേട്ട ഒരാൾ, അയാൾ പ്രജകളെ രമിപ്പിക്കുന്നവനാണ്, അയാൾ രാമനാണ്, അങ്ങനെ ഒരാളെക്കുറിച്ച് നീ കഥ എഴുതണം എന്ന് പറഞ്ഞിട്ട് നാരദൻ അദ്ദേഹത്തിന് സംക്ഷിപ്തമായിട്ട് രാമായണം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ നാരദ രാമായണം എന്ന് വിളിക്കാവുന്ന തരത്തിൽ അദ്ദേഹം ആ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോഴും നമ്മളുടെ നോവൽ എഴുതുന്ന ആളുകൾക്കോ നമ്മളിപ്പോൾ കാവ്യം എഴുതുന്ന ആളുകൾക്കോ ആ ധൈര്യം ഉണ്ടാവണമെന്നില്ല. നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ മുഴുവൻ ഒരു സംക്ഷിപ്ത രൂപം ആദ്യം പറഞ്ഞ ശേഷം ആ കഥയിലേക്ക് പ്രവേശിക്കുക. നമ്മളൊക്കെ ക്ലൈമാക്സ് കാത്തിരിക്കുന്ന ആളുകളല്ലേ, നമ്മളൊക്കെ ട്വിസ്റ്റ് കാത്തിരിക്കുന്ന ആളുകളല്ലേ. ഇനി എപ്പോഴാണ് ട്വിസ്റ്റ് വരിക എന്നതാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ ഉത്കണ്ഠ. അപ്പോൾ വാൽമീകി ആ കഥ മുഴുവൻ ആദ്യം പറഞ്ഞ ശേഷമാണ് അത് ആരംഭിക്കുന്നത്. അദ്ദേഹത്തോട് പിന്നെ ബ്രഹ്മാവ് അതിനു വേണ്ട ഉപദേശം നൽകുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ആ കഥ എഴുതുന്നത്. വാൽമീകി രാമായണ കഥ എഴുതുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ വേദനയുടെ പിന്നിലാണ് അത് എഴുതുന്നത്. വാൽമീകി തൻ്റെ ആശ്രമത്തിൽ, തമസാ നദിയുടെ തീരത്താണ് ആശ്രമം. തമസാ നദി ഗംഗയുടെ ഒരു കൈവഴിയാണെന്നും അതല്ല യമുനയുടെ തീരത്താണെന്നും ഒക്കെ നമുക്ക് ധാരാളം തർക്കങ്ങളുണ്ട്, ഭിന്നാഭിപ്രായങ്ങളുണ്ട്. നമുക്ക് ഈ പുരാതന കാലത്തെ എഴുത്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെ രേഖപ്പെടുത്തുന്നതൊന്നും പറഞ്ഞു വെച്ചില്ല എന്നുള്ളതാണ്. വാൽമീകി എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നയാളും എൻ്റെ വിലാസം ഇന്നതുമാണ് എന്നല്ല പറഞ്ഞത്. നമ്മൾ ആധുനിക കാലത്ത് എഴുത്തുകാരനാണ് ഏറ്റവും പ്രധാനം, കൃതി രണ്ടാമതാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പിൽക്കാലത്ത് പോയിട്ടുണ്ട്. പക്ഷേ വാൽമീകിയെപ്പോലെയുള്ള എഴുത്തുകാരും അങ്ങനെ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വാൽമീകിയുടെ താമസം തമസാ തീരത്താണ് എന്ന് രാമായണം പറയുന്നത് വിശ്വസിക്കുകയേ മാർഗമുള്ളൂ. അത് നമുക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തോട് ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, രാത്രിയിൽ വനത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നുവെന്ന്. ആ സ്ത്രീയുടെ നിലവിളി കേട്ട് അദ്ദേഹം അന്വേഷിച്ചു പോവുകയാണ്. ആ അന്വേഷിച്ചു പോകുമ്പോൾ അദ്ദേഹം കാണുന്നത് പൂർണ്ണഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ വനത്തിലിരുന്ന് നിലവിളിക്കുന്നതാണ്. ആ വനത്തിലിരുന്നുള്ള അവരുടെ നിലവിളിയിൽ നിന്നാണ് അദ്ദേഹം രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവരോട് ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ഞാൻ ജനകൻ്റെ മകൾ സീതയാണെന്നാണ്. ഞാൻ രാമൻ്റെ ഭാര്യ സീതയാണെന്നല്ല പറയുന്നത്, ഞാൻ ജനകൻ്റെ മകൾ സീതയാണെന്നാണ്. ആ ജനകൻ്റെ മകൾ സീതയെ വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കാവ്യരചന പൂർത്തിയാവുന്നത്. ആ കാവ്യരചന പൂർത്തിയാവുമ്പോൾ നമ്മളുടെ നാട്ടിൽ പഴയകാല കാവ്യങ്ങളൊന്നും ആളുകൾ എഴുതിയല്ല പ്രചരിപ്പിച്ചത്. നമ്മൾ കാവ്യം എഴുതി എന്നാണ് പറയുന്നതെങ്കിലും എഴുതിയല്ല പ്രചരിപ്പിച്ചത്. ഇതെല്ലാം അവരുടെ ഉള്ളിലേക്ക് ഭാഷയുടെ സവിശേഷമായ അതിൻ്റെ രൂപകൽപ്പനയോടുകൂടി അത് അകത്തേക്ക് ആവിർഭവിക്കുകയാണ് ചെയ്തത്. അത് അന്തരാത്മാവിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഉറച്ചതൊക്കെ അവർ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയും അയാളുടെ ഉള്ളിൽ അത് ആലേഖനം ചെയ്യപ്പെടുകയുമാണ് ചെയ്തത്. അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്നാണ് വീണ്ടും കാവ്യം പുറത്തേക്ക് വരുന്നത്. വാൽമീകി ചെയ്യുന്നത് കുശലവന്മാർ എന്ന 2 പേർക്ക് ഈ കാവ്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
ആ കാവ്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാണത് ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും പാടിയിട്ട് ഇത് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ശ്രീരാമൻ ഇത് കാണുകയും ചെയ്യുന്നത്. ഈ നിലവിളിക്ക് പിന്നാലെ ചെന്ന കവിയായതുകൊണ്ടാണ് കാളിദാസൻ അദ്ദേഹത്തെ രുദിതാനുസാരി എന്ന് വിളിച്ചത്. രഘുവംശത്തിൽ രാമൻ്റെ കഥ പറയുമ്പോൾ വാൽമീകി കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് രുദിതാനുസാരി എന്നാണ്. ONV സാറൊക്കെ അത് എല്ലാ സമയത്തും അത് ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ രോദനത്തിന് പിന്നാലെ ചെല്ലുന്നവൻ, നിലവിളിയുടെ പിന്നാലെ ചെല്ലുന്നവൻ, അദ്ദേഹം ഒരു നിലവിളിയുടെ പിന്നാലെ ചെന്നയാളാണ്. അത് സീതയുടെ വിലാപമായിരുന്നു. അത് സീതയുടെ മാത്രം വിലാപമല്ല. രാമായണം എഴുതുമ്പോൾ മനുഷ്യാത്മാവിൻ്റെ മുഴുവൻ വിലാപങ്ങൾക്ക് പരിഹാരമാവണം എന്നാണ് ഈ ഇതിഹാസകാരന്മാർ വിചാരിച്ചത്. അത് വാൽമീകിയാണെങ്കിലും വ്യാസനാണെങ്കിലും അവർ വിചാരിച്ചത് തങ്ങൾ ഈ എഴുതുന്ന മഹത്തായിട്ടുള്ള മനുഷ്യഗാഥയിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിന് വിമോചനകരമായിട്ടുള്ള, അവരുടെ ജീവിതത്തിന് പരമശാന്തി അരുളുന്ന, അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സാഫല്യം അരുളുന്ന ചിലതുണ്ടാവണം എന്നാണ്. അതുകൊണ്ടാണ് ആ കാവ്യങ്ങൾ കാലത്തെ കടന്ന് നിലനിൽക്കുന്നത്. അതുകൂടാതെ എത്ര കാവ്യങ്ങൾ പിന്നീട് പിറന്നിട്ടുണ്ടാവും, അതിനു മുൻപേ പിറന്നിട്ടുണ്ടാവും. നമ്മളുടെ മുമ്പിൽ പക്ഷേ അങ്ങനെയുള്ള കാവ്യങ്ങളില്ല. നമ്മളുടെ മുമ്പിലുള്ളത് ഇപ്പോഴും ഈ ഇതിഹാസ കാവ്യങ്ങളാണ്. ഇപ്പോഴും ഇതിനെ ഉപജീവിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാമെന്ന നിലയിൽ അതിൽ നിധി അടക്കം ചെയ്തിരിക്കുന്നു. നമ്മൾ ആ നിധി അന്വേഷിച്ച് പോകലാണ് ഓരോ കർക്കടകത്തിലും നടത്തേണ്ടത്. നമ്മളിത് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വായിക്കുമ്പോഴും നമ്മളിതിലെ വലിയ ജീവിത സത്തയെ, വലിയ മാനുഷിക സത്തയെ, വലിയ ദാർശനിക സത്തയെ തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.